എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് പാർട്ടി ഒരു സപ്പോർട്ട് ഇപ്പോഴും തിരിച്ചെടുക്കാത്തത്? എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്ത ആൾക്കാർ സബ് കൂടി ചെയ്യുമെന്ന പ്രതീക്ഷയോടെ അടുത്ത പുതിയൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ മുൻ പാലക്കാട് MLA നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പങ്കാളിത്തത്തോടെ പ്രിയങ്കരനായി മാറിയ ഒരാളായിരുന്നു. പകുതി വന്നു കഴിഞ്ഞപ്പം പുള്ളിക്കാരനെ ഇഷ്ടപ്പെടാത്ത ചില ആൾക്കാരുടെ പുറകിൽ നിന്നുള്ള ചരടുവലിയാവാം, ഇല്ലെങ്കിൽ പിണറായി വിജയൻ്റെ രഹസ്യ കളികളാവാം, അല്ലെങ്കിൽ ഒത്തുകളികളാവാം. അങ്ങനെ ആ മനുഷ്യന് സ്ഥാനം നഷ്ടപ്പെട്ടു, പാർട്ടിയിലുള്ള അംഗത്വവും നഷ്ടപ്പെട്ടു. സത്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് ഞാൻ ആലോചിച്ചത്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, സത്യമായിട്ടുള്ള രീതി ഇങ്ങനെയാണ് എനിക്ക് പിടികിട്ടിയത്. VD സതീശനും മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനും മുൻ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനും തമ്മിലുള്ള ഒത്തുകളിയാണോ എന്നുള്ള ഈ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പിണറായി വിജയൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ കൊണ്ടുപോവുകയും ജയിലിൽ അടയ്ക്കുകയൊക്കെ ചെയ്തു. അതിൽ നിന്നുമൊക്കെ ദൈവഹിതത്താൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലുള്ള സത്യസന്ധത്താൽ പുറത്തു വന്നെങ്കിൽ പോലും ഇപ്പോഴും പുള്ളിക്കാരൻ ആരോപിച്ച കുറ്റത്തിൽ നിന്നും വിമുക്തനായിട്ടില്ല. നമുക്കെല്ലാം അറിയാം. ആ കേസ് റീഓപ്പൺ ചെയ്യാൻ ഇപ്പോഴും കോൺഗ്രസ് തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണ്? കോൺഗ്രസിന് പാർട്ടിയിൽ വിശ്വസിച്ച് പാർട്ടിയുടെ ഒരു അംഗമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച, പാർട്ടിക്ക് വേണ്ടി ലാത്തി അടികൾ പോലും കൊണ്ട് നിന്നൊരു മനുഷ്യനാണ് രാഹുൽ മാങ്കൂട്ടം. അതുപോലെ തന്നെ പാർട്ടിയെ ഇപ്പോഴും സ്വീകരിച്ചിരുത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. കാരണം ഓപ്പറേഷൻ തുഫാനൊക്കെ പിന്തുണ അറിയിച്ചതും സോഷ്യൽ മീഡിയയിൽ അതിട്ട് പോസ്റ്റ് ചെയ്തതും പ്രിയദർശിനി ബസ് യാത്ര സപ്പോർട്ട് അറിയിച്ചതും എല്ലാം നമ്മൾ ന്യൂസ് കാണുന്നതാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തിയെ തിരിച്ചെടുക്കുമെന്ന് ആ വ്യക്തിക്ക്, രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇരകളെ ആണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴും UDF പിന്തുണച്ചുകൊണ്ടിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ കേസിന് ഒരു അപ്ഡേറ്റ് പോലും ഒരു ജനങ്ങൾക്കും പുറത്തു വന്നിട്ടില്ല. ജാമ്യം കിട്ടി, ശരിയാണ്. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ മുഖത്ത് വീണിട്ട് അയച്ചു കളയാനെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ അനുവദിക്കണം. കാരണം രണ്ട് ഭരണകക്ഷികളുടെ ഇടയ്ക്ക് കിടന്ന് പാവം പെട്ടുപോയ ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. കാരണം യഥാർത്ഥ സത്യം എന്താണ് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുള്ളതാണ്. എല്ലാ ന്യൂസ് ചാനലും ബ്രേക്ക് ചെയ്തു, അറസ്റ്റ് ചെയ്തു, കേസ് പീഡിപ്പിച്ചു, പീഡനത്തിന് ശ്രമിച്ചു എന്നൊക്കെ ചെയ്ത് ഇരകളെ പൊക്കിക്കൊണ്ട് വന്നു. ഈ ഇരകൾ എവിടെ? സത്യം പറഞ്ഞ രാഹുലല്ലേ ഇരകൾ? ഇപ്പോഴും ജനത്തിനിടയിൽ വേട്ടയാടപ്പെടുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത ഒരു മനുഷ്യൻ. എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് പാർട്ടി ഒരു സപ്പോർട്ട് ഇപ്പോഴും തിരിച്ചെടുക്കാത്തത്? ആ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി പാലക്കാടിന്റെ മണ്ണിൽ വിജയക്കൊടി പാറിച്ച ഒരു വ്യക്തിയാണ്. ജനനായകനാണ്. അപ്പം ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് എന്താണ് രാഹുലിനെതിരെയുള്ള കേസ്, അല്ലെങ്കിൽ ഇരകളുടെ പിന്നിലുള്ള ഗൂഢാലോചനപ്പെട്ടവരാരൊക്കെ. ഇത് വൻ ഗൂഢാലോചനയാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുൻ മുഖ്യമന്ത്രിയുടെ കേരള പോലീസ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അമർച്ച ചെയ്ത ഒരു യുവാവാണ് രാഹുൽ മാങ്കൂട്ടം. അതിനെ തിരിച്ചു കൊണ്ടുവരാനും അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുവാനും ഉള്ള മനസ്ഥിതി കാണിക്കുവാണെങ്കിൽ സ്വന്തമായിട്ട് കൂടെ നിന്ന് ഒരാളെ കൂടെ നിന്ന് ഒറ്റിയെന്ന് നാളെ പറയില്ല, അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു എന്ന് പറയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയുള്ള അന്വേഷണം പുനരാരംഭിക്കണമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എൻ്റെ തന്നെയല്ല, ഓരോ മലയാളികളുടെയും, ഓരോ കേരളീയന്റെയും, ഓരോ പാലക്കാടുകാരന്റെ ആവശ്യം അത് തന്നെയാണ്. ന്യായമായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ച് ഇരകൾക്കെതിരെ ആണ് കുറ്റമെങ്കിൽ ഇരകൾക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? എന്തിനാണ് ആ സമയം അവിടെ വന്നത്? ആ സ്ത്രീ അല്ലെങ്കിൽ ഈ ഇര എന്തിനാണ് അവിടെ വന്നത്? പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന സമയത്ത് ഇര എന്തിനാണ് അവിടെ പോയത്? അതൊക്കെ മോട്ടീവായിട്ടുള്ള അന്വേഷിക്കേണ്ടതാണ്. വിളിച്ചെങ്കിൽ എന്തിനു വേണ്ടി പോകുന്നു? സാധാരണ വിളിച്ച ഒരാൾ പോകേണ്ട ആവശ്യം എന്താണ്? അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെ ഇരുത്തി കളയുവാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ. ഈ വ്യക്തി, ഈ ഇര എന്ന് പറയുന്ന ആൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ആ സമയം പ്ലാൻ ചെയ്തതാണ്. അതിന്റെ പിന്നിലാരൊക്കെ? ഇര ലോഡ്ജിൽ കൊണ്ട പീഡിപ്പിച്ചു, അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ഫ്ലാറ്റിൽ കൊണ്ട പീഡിപ്പിച്ചു എന്നൊക്കെയാണ് ന്യൂസ്. അപ്പൊ ഇതിന്റെ അകത്തൊക്കെ പറയപ്പെടുന്ന ആ സമയത്ത് ആ വ്യക്തി അവിടെ എന്തിനു വേണ്ടി പോയി, അല്ലെങ്കിൽ ആ വ്യക്തിയെ ആരാണ് അവിടെ കൊണ്ടുവിട്ടത്, അല്ലെങ്കിൽ ഇങ്ങനൊരു ന്യൂസ് ക്രിയേറ്റ് ചെയ്ത് എന്തിനു വേണ്ടിയാണ്? ഇത്രയും നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ന്യൂസ് എന്തിനാണ് ഇത് പുറത്തുവിട്ടവർക്ക് പരാതിയില്ല. അത് ഏറ്റവും വലിയ രസം. ബാക്കിയുള്ള ഇന്ത്യൻ ഭരണഘടനയെ തന്നെ ഒന്നും അല്ലാതാക്കുന്ന ഒരു ഇതാണ്. എനിക്ക് ഒരു വ്യക്തി പറഞ്ഞാണ് സ്ക്രീൻഷോട്ട് ഇങ്ങനെ പുറത്തുവിട്ട, അല്ല എനിക്ക് പരാതിയൊന്നുമില്ല. ഒരു ഇര പറഞ്ഞതാണ്, അത് എനിക്ക് പരാതിയൊന്നുമില്ല. പിന്നെ എന്നാ മുഞ്ചാനാണ് ഇത് വിടുന്നത്? ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ സ്ഥാനത്ത് നിന്ന് ചോദിക്കുകയാണ്. ഞാനാണ് ഉറപ്പായിട്ടും ചോദിക്കും. കാരണം എന്റെ തല ഇല്ലാത്ത കേസെല്ലാം അങ്ങോട്ട് അടിച്ചേൽപ്പിച്ചിട്ട് ലാസ്റ്റ് പറയാണ് എനിക്ക് പരാതിയില്ല. പിന്നെ എന്നാ ഉണ്ടാക്കാനാണ് ഇത് പുറത്തു വിടുന്നത്? ഈ ഇരകളുടെ ഈ മാനമൊക്കെ അത്രേ ഉള്ളൂ.
ഈ ഒരു സ്ക്രീൻഷോട്ട് പുറത്തു വിടുന്ന മാനമുള്ളൂ? അല്ലെങ്കിൽ ഈ കുറേ മെസ്സേജ്, അതും സ്ക്രീൻഷോട്ടിൽ തന്നെ ഉള്ള മെസ്സേജ്, എല്ലാവർക്കും അയക്കുന്ന മെസ്സേജ്, ആ മെസ്സേജ് ഇപ്പൊ പുറത്തു വിടുന്നുള്ളൂ? അതൊക്കെയാണോ ഒരു 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 പീഡിപ്പിക്കാനുണ്ടായ ടെൻഡൻസി? അത് തന്നെയല്ല, പിണറായി പോലീസിന് എല്ലാ മെയിൽ വഴിയൊക്കെ പരാതി അയച്ചായിരുന്നു. ആ പരാതിയുടെയൊക്കെ ഉറവിടം തേടിയൊക്കെ പോയി ഈ കോടതിയിൽ ജാമ്യമൊക്കെ അഴിച്ചു കഴിഞ്ഞ് ബാക്കിയൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ ചോദിക്കുകയാണ്, രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ വ്യക്തി, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതിന് സപ്പോർട്ട് ചെയ്യണോ? പിണറായിക്ക് സപ്പോർട്ടാണോ? പിണറായിയുടെ പോലീസ് പോലെ തന്നെയാണോ താങ്കളുടെ പോലീസും? സ്വന്തമായിട്ട് പാർട്ടിയിൽ നിന്ന് ഒരുത്തനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും അവൻ സത്യസന്ധ ഉള്ളവനാണോ, അല്ലെങ്കിൽ അവന്റെ പേര് കുറ്റം ആരോപിച്ചിട്ടും അല്ലെങ്കിൽ അവന്റെ പേര് കുറ്റം എന്നാന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ പോലീസിന്? എവിടെ ന്യൂസ്? എവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ന്യൂസ്? എവിടെ? ഒരു നിരപരാധിയെ അപരാധിയാക്കി അതിനെ എടുത്ത ഇന്ത്യൻ ഭരണഘടന പ്രകാരം 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് ഇന്ത്യൻ ശിക്ഷാവിധിയിൽ. അങ്ങനെയാണ്. എന്നിട്ട് ഇപ്പം ഒരു പാവപ്പെട്ടവനെ ഒരു MLA സ്ഥാനം എന്ന് വെച്ചാൽ മന്ത്രിയാവാൻ വരെ ഇരുന്ന ഒരു വ്യക്തിയെ അപമാനിച്ചതിന് ശേഷം കേസുമില്ല, ബുക്കാറുമില്ല, ഇപ്പൊ ഇരകളുമില്ല. സത്യമായിട്ട് അപ്പൊ ഇതിന്റെ ആരോഗ്യ പിന്നെ കളിച്ചത് നമുക്ക് ഊഹിക്കാം. ഇപ്പൊ ഇനിയിപ്പോ ഊഹിക്കാനുള്ളത് കോൺഗ്രസിനകത്ത് നിന്നാണോ രാഹുലിന് ശത്രു എന്നാണ്. ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പുനരന്വേഷിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നില്ല, അല്ലെങ്കിൽ പാർട്ടിയിലോട്ട് രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് ഒറ്റ അഭിപ്രായമുള്ളൂ, ഒറ്റ വാക്ക്: കൂടത്തിൽ നിന്നിട്ടാണോ രാഹുൽ മാങ്കൂട്ടത്തിനായിട്ട് ഒറ്റിയത്, അല്ലെ കൂടത്തിൽ നിന്ന ആൾക്കാർ തന്നെയാണോ ഈ കളി കളിച്ചത്? ഇതാണ് ഇനിയുള്ള ചോദ്യം. കോൺഗ്രസ് പാർട്ടിയാണോ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി കൂടെ നിന്ന് ഒറ്റിയത്? അതാണ് ചോദ്യം. അല്ലെങ്കിൽ എന്തുകൊണ്ട് തിരിച്ചെടുക്കുന്നില്ല? ഭരണം കോൺഗ്രസിനാണ്. രാഹുൽ മാങ്കൂട്ടം നല്ല നേതാവാണ്. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തില്ല എന്ന് ഒരു 90% ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ ഇതിന്റെ അന്വേഷിക്കാൻ എന്താണ് താമസം? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പുനരന്വേഷിച്ച് അതിനുവേണ്ട ഉചിതമായ തീരുമാനം കൃത്യമായി കൈക്കൊള്ളണം. അത് കേരളത്തിലെ ഓരോ ജനങ്ങളുടെ ആവശ്യമാണ്. ഇതിപ്പം കോൺഗ്രസ്സുകാർ സത്യം പറഞ്ഞാൽ കൂടെ വന്ന് ഒരുത്തനെ തള്ളി കാനയ്ക്കകത്തിട്ട അവസ്ഥയല്ല, കാനയെന്ന് കയറ്റി എടുക്കുന്നുമില്ല. അത് കോൺഗ്രസ്സുകാരോടാണ് ഈ ചോദ്യം. കാരണം പിണറായി വിജയനും കോൺഗ്രസ് ഉള്ള പാർട്ടിയും തമ്മിലുള്ള ടൈപ്പാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയതെന്ന് ഇനി ജനങ്ങൾ ഓരോരുത്തരും ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയാണോ എന്ന് ചോദിക്കും. പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തു, കോടതി ജാമ്യം കൊടുത്തു, അല്ലെങ്കിൽ കോടതിയിൽ ജാമ്യം കൊടുത്തു, പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ആ മനുഷ്യൻ ചെയ്തത്. ഒരു ചെറിയ ന്യൂസ് തലയിലോട്ട് വന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. അല്ല, അതിനെപ്പറ്റി ഒരു അന്വേഷണവും ഇല്ല, ഒന്നുമില്ല. അതേസമയം പാർട്ടിക്കാരെ അത് തിരിച്ചെടുക്കേണ്ട കടമയും UDF തന്നെയാണ്. കാരണം കളങ്കമില്ലാത്ത മനസ്സിനുടമയാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ പാർട്ടി തിരിച്ചെടുക്കേണ്ടി വരും. പാർട്ടി എടുക്കപ്പെട്ടാൽ പാർട്ടിയുടെ ഇമേജ് ഒരിക്കലും താഴെ പോകില്ല. പക്ഷെ ഇതിപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒളിയമ്പിൽ പിണറായി വിജയന്റെ കൈകളും അതുപോലെ തന്നെ VD സതീഷിന്റെ കൈകളും ഉണ്ടോ എന്ന് ഇനി സംശയിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ രാഹുലിനെ തിരിച്ചെടുക്കണം. കാരണം രാഹുല് കുറ്റക്കാരനല്ല, കോടതി വിധിച്ചിട്ടില്ല. രാഹുല് ഒരു പഴി കേട്ട ആൾ മാത്രമാണ്. കോടതി ജാമ്യം കൊടുത്ത ഒരാളാണ്. രാഹുൽ മാങ്കൂട്ടം ഒരു നിരപരാധി ആണ്, 90% നിരപരാധിയാണ്. ഇരകൾക്കും ഇപ്പോൾ ഒരു ഇതുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഇനി ഇരകൾക്കും പറയണ്ട, അല്ലെങ്കിൽ ഇരകൾക്കും കുത്തിപ്പോക്കണ്ട. ഇനിയൊന്നും ഇരകൾക്കും വേണ്ട. അതുപോലെ തന്നെയാണ് കോൺഗ്രസിനെ ഇപ്പോഴും ആ മനുഷ്യൻ വിശ്വസിക്കുന്നു. എന്തിന്? കോൺഗ്രസ് ചതിക്കില്ല, കോൺഗ്രസ് തിരിച്ചെടുക്കും, അല്ലെങ്കിൽ പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ മനുഷ്യനെ ഇനി നിങ്ങൾ ഇങ്ങനെ പറ്റിക്കപ്പെടരുത്. നിങ്ങളുടെ പോലീസാണ്, അന്വേഷിക്കണം, ജനങ്ങൾക്കറിയണം. കാരണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവായിരുന്നു പാലക്കാട്. അപ്പൊ ആ പാലക്കാടിലെ ജനങ്ങളോടെങ്കിലും പറയാനുള്ള ബാധ്യസ്ഥത, അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിക്കാനുള്ള ബാധ്യസ്ഥത കാണിക്കണം. അത് കോൺഗ്രസ് തന്നെ കാണിക്കണം. കാരണം നിങ്ങളിലൊരു അണിയാണ്, നിങ്ങളിലൊരു നേതാവാണ്, നിങ്ങളിലൊരു മനുഷ്യനാണ് പുറത്തു നിൽക്കുന്നത്, ഒരു നിരപരാധി. അവനെ അപരാധിയാക്കാൻ നിങ്ങൾ കൂടി കൂട്ടു നിൽക്കരുത്. കാരണം കോൺഗ്രസിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് പോകും, രാഹുലുള്ള വിശ്വാസം കോൺഗ്രസിന് നഷ്ടപ്പെടും. രാഹുലിന് ഇപ്പോൾ ഒരു വിശ്വാസമുണ്ട് കോൺഗ്രസ് കൂടെ ഉണ്ടെന്ന്, അതും പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സത്യം കണ്ടെത്തുക. ഇരകളുടെ പുറകെയുള്ള ഗൂഢാലോചനകൾ ഇനി ആർക്ക് വേണമെങ്കിലും ഇതുപോലെ നടക്കാം, അത് തടയുക. ഇരകളുടെ അക്കൗണ്ടുകൾ സെർച്ച് ചെയ്യുക, അക്കൗണ്ടുകൾ ഫുള്ളായിട്ട് ഒന്ന് പരിശോധിക്കുക.
ഈ സമയങ്ങളിൽ ഈ രാഹുലിന്റെ മാങ്കൂട്ടത്തിന്റെ കേസുണ്ടായ സമയത്ത് എത്ര ട്രാൻസാക്ഷൻ നടന്നു, എത്ര പൈസ വേറെ ഉറവിടങ്ങളിൽ നിന്നും വന്നു, അതും കൂടി ഇന്ന് അന്വേഷണത്തിൽ കൊണ്ടുവരണം. അല്ലാതെ പിണറായി പോലീസ് ചെയ്തത് രാഹുലിനെ മാത്രം ഫോക്കസ് ചെയ്ത് രാഹുലിനെ മാത്രം പിടിക്കണമെന്ന് ഉള്ളതാണ്. ഒരു കേസ് പോയപ്പോൾ അടുത്ത കേസ് വന്നപ്പോൾ വേറൊരു കേസ് വന്നു, പിന്നെ മെയിൽ അയച്ച ഏതോ അന്തരീക്ഷത്തിൽ നിന്ന് കേസ് കൂടെ വന്നു. മുഖ്യമന്ത്രിക്ക് നേരിട്ട് അയച്ചു, മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തു. ഇതൊന്നും ബാക്കിയുള്ളവർ കണ്ടില്ല, അല്ലെ ബാക്കിയുള്ളവർ അറസ്റ്റ് ചെയ്യുന്നതാണ് കണ്ടത് പാതിരാത്രിയിൽ. അപ്പം അതുപോലെ ആവരുത് കോൺഗ്രസ്. കാരണം അതൊരു ചെറുപ്പക്കാരനാണ്, പാർട്ടിയിൽ തിരിച്ചെടുക്കണം, മത്സരിക്കാനുള്ള അവസരം കൊടുക്കണം. കാരണം അപരാധി എന്ന് മുദ്ര കുത്തിയ കേരള സമൂഹത്തോട് നിരപരാധിയാണെന്ന് വിളിച്ചു പറയാൻ അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്താൻ കോൺഗ്രസിലെ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ കീഴിൽ നിൽക്കുന്ന ആഭ്യന്തര വകുപ്പ് അതിന് തയ്യാറാവുക തന്നെ ചെയ്യണം. അതിന് ഓർഡർ ഇടുന്ന മുഖ്യമന്ത്രി ഇപ്പോഴത്തെ വി ഡി സതീശൻ തന്നെ വേണം. കാരണം നിങ്ങളൊക്കെയാണ് ആ മനുഷ്യനെ പുറത്താക്കിയത്. എന്നിട്ട് എല്ലാ ന്യൂസിനോടും പറഞ്ഞത് ഞങ്ങൾ പുറത്താക്കി, പാർട്ടി അംഗത്വം ഇല്ല, പാർട്ടി അംഗത്വം സസ്പെൻഡ് ചെയ്തു. എന്തിനായിരുന്നു? ഇപ്പോഴും ആ മനുഷ്യൻ കോൺഗ്രസിനെ വിശ്വസിച്ച് നിൽക്കുന്നു. അപ്പം ജനങ്ങളെ സത്യം പറഞ്ഞാൽ പൊട്ടനാക്കി നിങ്ങൾ രണ്ടും കൂട്ടുകെട്ടും, LDF ഉം UDF ഉം കൂട്ടുകെട്ടും, ജനങ്ങൾ പൊട്ടന്മാരും. അതാവരുത്, മാറ്റം വരണം. രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചെടുക്കുന്നിടം വരെയാണ് എന്റെ പോരാട്ടം. തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ നിരപരാധിയാണോ എന്നുള്ള കണ്ടെത്തണം. കാരണം ജനങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം ഈ ഭരണത്തിൽ ഇരിക്കുന്ന ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർ തന്നെയാണ് കണ്ടെത്തേണ്ടത്. കാരണം ആഭ്യന്തരമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസാണ് അടിച്ചമർത്തപ്പെട്ട ആ യുവാവിനെ. അപ്പം യഥാർത്ഥ സത്യം കണ്ടെത്തേണ്ടത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് നിങ്ങളിൽപ്പെട്ട ഒരാളാണ്, നിങ്ങളുടെ ചുവരയാണ്, നിങ്ങളിലുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ പാർട്ടിക്കാരെ തള്ളി പറഞ്ഞിട്ടില്ല. പാർട്ടി എന്ത് തീരുമാനിക്കുന്നു അത് ചെയ്യുന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ജനങ്ങളെ ഇനിയും പൊട്ടന്മാരാക്കാതിരിക്കുക. അതിനുള്ള സത്യസന്ധമായ മറുപടി, ജനങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി അത് കൃത്യമായി തരിക. അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇനി പറയും CPM കോൺഗ്രസ് കൂട്ടുകെട്ട് കേരളത്തിലും എന്ന് പറയപ്പെടും. അതിന് അവസരം കൊടുക്കാതെ ഒറ്റ വാക്കിൽ, ഒറ്റ നീതിയിൽ, ഒറ്റ ന്യായത്തിൽ നിൽക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.